ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരുത്തെപ്പോഴും അതിന്റെ വൈവിധ്യമാർന്ന ബൗളിംഗ് നിലയിലായിരുന്നുവെങ്കിൽ സമീപകാലത്ത് ന്യൂസിലാൻഡിനെതിരെ നടന്ന ഏകദിന പരമ്പരയിലെ ദയനീയ പരാജയം വലിയൊരു ചോദ്യചിഹ്നമാണ് ആരാധകർക്ക് മുന്നിൽ ഉയർത്തുന്നത്. ജസ്പ്രീത് ബുംറ എന്ന ലോകോത്തര ബൗളറുടെ അസാന്നിധ്യത്തിൽ ഇന്ത്യയുടെ പന്തേറുകാർ എത്രത്തോളം നിസ്സഹായരായിരുന്നു എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു വഡോദരയിലും രാജ്കോട്ടിലും ഇൻഡോറിലുമായി നടന്ന മത്സരങ്ങൾ. മൈക്കൽ ബ്രേസ്വെല്ലിന്റെ നേതൃത്വത്തിലുള്ള കിവി പട ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു ഏകദിന പരമ്പര സ്വന്തമാക്കുമ്പോൾ ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ ദൗർബല്യങ്ങൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, അർഷദീപ് സിംഗ് തുടങ്ങിയ പേസർമാരും കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ തുടങ്ങിയ പരിചയസമ്പന്നരായ സ്പിന്നർമാരും അണിനിരന്നിട്ടും ന്യൂസിലാൻഡ് ബാറ്റർമാരെ പിടിച്ചുകെട്ടാൻ ഇന്ത്യക്കായില്ല എന്നത് 2027 ഏകദിന ലോകകപ്പ് ലക്ഷ്യമിടുന്ന ടീം മാനേജ്മെന്റിന് വലിയ ആശങ്കയാണ് നൽകുന്നത്. ഇന്ത്യൻ മണ്ണിലെ മത്സരങ്ങളിൽ സാധാരണയായി മധ്യ ഓവറുകളിൽ കളി നിയന്ത്രിക്കാറുള്ളത് സ്പിന്നർമാരാണ്. എന്നാൽ ഈ പരമ്പരയിൽ ഇന്ത്യയുടെ പ്രധാന സ്പിൻ ജോഡിയായ കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. വിക്കറ്റ് ടേക്കിംഗ് ബൗളർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുൽദീപ് യാദവ് 25 ഓവറുകളിൽ നിന്ന് വഴങ്ങിയത് 182 റൺസാണ്. ഒരു വിക്കറ്റ് നേടാൻ ശരാശരി 60 റൺസിന് മുകളിൽ വിട്ടുകൊടുക്കേണ്ടി വന്ന കുൽദീപിന്റെ എക്കണോമി റേറ്റ് 7ന് മുകളിലായിരുന്നു. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ അത്ഭുതങ്ങൾ കാട്ടിയിട്ടുള്ള കുൽദീപിനെ കൃത്യമായി ഉപയോഗിക്കാൻ നിലവിലെ നേതൃത്വത്തിന് കഴിയാത്തതാണോ അതോ താരത്തിന്റെ ആത്മവിശ്വാസം കുറഞ്ഞതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മറുവശത്ത് രവീന്ദ്ര ജഡേജയുടെ പ്രകടനം കൂടുതൽ നിരാശാജനകമായിരുന്നു. 23 ഓവറുകൾ എറിഞ്ഞിട്ടിട്ടും ഒരു വിക്കറ്റ് പോലും നേടാൻ ജഡേജയ്ക്കായില്ല. റൺസ് വിട്ടുകൊടുക്കുന്നതിലും അദ്ദേഹം പിശുക്ക് കാണിച്ചില്ല. ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങാൻ കഴിയാതെ പോയ ജഡേജയുടെ ഏകദിന ഭാവി തന്നെ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. അക്സർ പട്ടേലിനെ പോലുള്ള യുവതാരങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകേണ്ട സമയം അതിക്രമിച്ചുവെന്ന വാദത്തിന് ഈ പ്രകടനം ആക്കം കൂട്ടുന്നു. പേസ് ബൗളിംഗിലേക്ക് വരുമ്പോൾ വിക്കറ്റ് വേട്ടയിൽ ന്യൂസിലാൻഡ് ബൗളർമാരായ ക്രിസ്റ്റൻ ക്ലർക്കിനും KL ജാമിസിനും പിന്നിലായിരുന്നു ഇന്ത്യൻ താരങ്ങളെല്ലാം. യുവതാരം ഹർഷിത് റാണ 6 വിക്കറ്റുകൾ നേടിയെങ്കിലും വലിയ രീതിയിൽ റൺസ് വഴങ്ങിയത് തിരിച്ചടിയായി. എന്നാൽ ഹർഷിത്തിന്റെ ബാറ്റ് കൊണ്ട് നടത്തിയ പ്രകടനം അദ്ദേഹത്തിന്റെ ടീമിൽ ഇടം നൽകിയേക്കാം. ഏറ്റവും വിചിത്രമായി തോന്നിയത് അർഷദീപ് സിംഗിനോട് ടീം മാനേജ്മെന്റ് കാട്ടിയ സമീപനമാണ്. ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ കേവലം 4 ഓവറുകൾ മാത്രം എറിഞ്ഞ അദ്ദേഹം 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകാനോ ഡെത്ത് ഓവറുകളിൽ പരീക്ഷിക്കാനോ ടീം തയ്യാറായില്ല. പ്രസിദ്ധ് കൃഷ്ണയെ പോലുള്ള താരങ്ങൾ റൺസ് വഴങ്ങുമ്പോൾ അർഷദീപിനെ പോലുള്ള ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളറെ പുറത്തിരുത്തിയത് പരമ്പരയുടെ ഫലത്തെ തന്നെ സ്വാധീനിച്ചു. മുഹമ്മദ് സിറാജ് മാത്രമാണ് ഒരു പരിധിവരെ കിവി ബാറ്റർമാരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചത്. വിക്കറ്റുകൾ അധികം ലഭിച്ചില്ലെങ്കിലും 4 റൺസിനടുത്തുള്ള എക്കണോമിയിൽ പന്തെറിഞ്ഞ സിറാജ് മാത്രമാണ് ഇന്ത്യൻ നിരയിൽ അച്ചടക്കം പാലിച്ചത്. ന്യൂസിലാൻഡ് ബാറ്റർമാർ ഓരോ മത്സരത്തിലും വലിയ സെഞ്ചുറി കൂട്ടുകെട്ടുകൾ പടുത്തുയർത്തിയത് ഇന്ത്യൻ ബൗളർമാരുടെ വിക്കറ്റ് എടുക്കാനുള്ള കഴിവില്ലായ്മയായാണ് തുറന്നു കാട്ടുന്നത്. ഹെൻറി നിക്കോൾസ്, ഡെവോൺ കോൺവേ, ഡാരൻ മിച്ചൽ, ഗ്ലെൻ ഫിലിപ്സ് എന്നിവർ ഇന്ത്യൻ ബൗളർമാരെ അനായാസം നേരിട്ടു. മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ ബ്രേക്ക് ത്രൂ നൽകാൻ കെൽപ്പുള്ള ഒരു ബൗളറുടെ അഭാവം ഓരോ പന്തിലും നിഴലിച്ചു നിന്നു. മുഹമ്മദ് ഷമിയും ജസ്പ്രീത് ബുംറയും നയിച്ചിരുന്ന ആ പഴയ ബൗളിംഗ് ആക്രമണത്തിന്റെ നിഴൽ മാത്രമായി ഈ ദിനം മാറി. 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഷമിയെ പരിഗണിച്ചിട്ടില്ലാത്തതും ബുംറയുടെ നീണ്ട ഇളവേളയും ഇന്ത്യയെ സാരമായി ബാധിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന 2027 ഏകദിന ലോകകപ്പിന് മുന്നോടിയായി ടീമിനെ വാർത്തെടുക്കുമ്പോൾ പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന ബൗളർമാരുടെ അഭാവം നികത്തേണ്ടതുണ്ട്. ബുംറയെ പോലെയുള്ള ഒരു സ്ട്രൈക്കർ ബൗളർ മടങ്ങിയെത്തിയാൽ മാത്രം പരിഹരിക്കാനാകുന്നതല്ല ഈ പ്രശ്നങ്ങൾ. സ്പിൻ നിരയുടെ മൂർച്ച കൂട്ടുകയും യുവ പേസർമാർക്ക് കൃത്യമായ റോളുകൾ നൽകുകയും ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് തന്നെ ഇനിയും തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ന്യൂസിലാൻഡ് നൽകിയിരിക്കുന്നത്. വരും പരമ്പരകളിൽ ബൗളിംഗ് വിഭാഗത്തിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.